ലെൻസുകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാക്രോ ലെൻസുകൾ. എന്താണ് സാധാരണ ലെൻസുകളും മാക്രോ ലെൻസുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. സാധാരണ ലെൻസുകൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഒരു 5 അടി 6 അടിയുള്ള ഒരാളെ വളരെ ചെറുതാക്കിയിട്ട് നമ്മളുടെ 24x36 mm സൈസുള്ള സെൻസറിലേക്ക് ആ ആളിൻ്റെ രൂപം അതേപോലെ പകർത്തി തരുന്നു. അപ്പോൾ അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താ, ഒരു വലിയ ഫ്രെയിമിനെ ഒരു വലിയ ഒബ്ജക്റ്റിനെ ചെറുതാക്കിയിട്ടാണ് നമ്മൾ സെൻസറിലോട്ട് പതിപ്പിച്ച് തരുന്നത്. ഈ ലെൻസിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ ഒബ്ജക്റ്റിനെ ലെൻസിൻ്റെ മുൻഭാഗത്തുള്ള വലിയ ഒബ്ജക്റ്റിനെ ചെറുതാക്കിയിട്ട് പിൻഭാഗത്ത് സെൻസറിലേക്ക് പതിപ്പിക്കുന്നു. ഇതാണ് സാധാരണ ലെൻസുകൾ ചെയ്യുന്നത്. ഇനി നമുക്ക് മാക്രോ ലെൻസുകളിലേക്ക് വരാം. മാക്രോ ലെൻസുകൾ ചെയ്യുന്നത് എന്താണോ അതിൻ്റെ മുന്നിലുള്ള ഒബ്ജക്റ്റ് അത് ആസ് ഇറ്റ് ഈസ് സെൻസറിലേക്ക് പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ലെൻസിൻ്റെ ഫ്രണ്ടിൽ 10 mm ഉള്ള ഒരു ഈച്ചയാണ് ഉള്ളതെങ്കിൽ അത് സെൻസറിലേക്ക് 10 mm സൈസിൽ തന്നെയാണ് കാണിക്കുക. അതായത് നിങ്ങളുടെ ഒരു ഈച്ചയുടെ ഫോട്ടോ മാക്രോ ലെൻസ് വെച്ച് എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും അത് സ്ക്രീനിൽ വളരെ വലിയ സൈസിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. മാക്രോ ലെൻസുകൾക്കുള്ള മറ്റൊരു പ്രശ്നം, അത് ഓട്ടോ ഫോക്കസ് അതിന് മെക്കാനിസം ഉണ്ടാവുമെങ്കിലും പല സന്ദർഭങ്ങളിലും നമുക്ക് ഓട്ടോ ഫോക്കസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം വളരെ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റാണ് നമ്മൾ മാക്രോ മോഡിൽ ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഓട്ടോ ഫോക്കസ് മെക്കാനിസത്തിന് ഇത്ര അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് ആ ഒരു പൊസിഷനിലേക്ക് മോട്ടോറിനെ ചലിപ്പിച്ച് നിർത്താൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫോക്കസ് ഹണ്ടിങ് എന്നൊരു പ്രശ്നമാണ് മാക്രോ ഫോട്ടോഗ്രാഫിയിൽ ഓട്ടോ ഫോക്കസ് ഉപയോഗിക്കുകയാണെങ്കിൽ സംഭവിക്കാറുള്ളത്. മാക്രോ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് മിനിമം ഫോക്കസ് ഡിസ്റ്റൻസ്, അതായത് സാധാരണ ലെൻസുകൾക്ക് നമുക്ക് 25 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 42 സെൻറ്റിമീറ്റർ 25 മുതൽ 42 സെൻറ്റിമീറ്റർ വരെ, അതിൽ ഏതാണോ കൂടുതൽ വരുന്നത് അത് അധിക ലെൻസുകൾക്ക് 42 സെൻറ്റിമീറ്ററാണ്. പക്ഷേ അപൂർവം ലെൻസുകൾക്ക് 25 സെൻറ്റിമീറ്ററാണ്. എന്തായാലും 25 സെൻറ്റിമീറ്ററും കുറവ് ദൂരമാണ് ഒബ്ജക്റ്റിലേക്ക് ഉള്ളതെങ്കിൽ ആ ലെൻസിന് സാധാരണ ലെൻസുകൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ മാക്രോ ലെൻസുകൾക്ക് ലെൻസിന് മുട്ടി നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റും. അതിന് മിനിമം ഫോക്കസ് ഡിസ്റ്റൻസ് എന്നൊരു സംഭവം ഇല്ല. ഇനി